അതായത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു പേര് നോട്ടിഫിക്കേഷൻ കാണുമ്പോഴത്തേക്കും ഇപ്പോൾ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഡിഗ്രി പോലും ഇല്ലാത്ത ഒരാൾ കയറി അപ്ലൈ ചെയ്യുന്നു. എന്ത് എനിക്ക് ഇക്വലൻസി ഉണ്ടെന്ന് അപ്ലൈ ചെയ്യുന്നതാണ് വിഷയം. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടും PSC ചോദിക്കുന്നുണ്ട്. അതെ, ഉറപ്പിക്കുന്നോ, നിങ്ങൾ ഉറപ്പാണോ, ഈ യോഗ്യതയുണ്ടോ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. കാരണം ഇങ്ങനെ നമുക്കൊരു പരീക്ഷയ്ക്ക് ഇത്ര പേര് അപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോൾ വാലിഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവിടെ കുറയുകയാണ്. അപ്പൊ ഏറ്റവും പുതിയ PSC ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു താക്കീത് PSC തന്നിരിക്കുകയാണ് നമുക്ക്. അപ്പോ മിസ്സേ, നമുക്ക് ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അതായത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു പേര് പ്രശ്നം ഉണ്ടായിരുന്നു. അത് മിക്കവാറും പല നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. കാര്യം നമ്മൾ ഇൻഎലിജിബിൾ എന്ന് കാണിക്കും അല്ലേ? കാരണം ഇപ്പൊ വന്നു വെച്ചാൽ BBA-കാർക്കും BTech-കാർക്കും അതുപോലെ ഉള്ള ആൾക്കാർക്ക് പ്രൊഫഷണൽ ഡിഗ്രിക്കാർക്കാണ് ഈ ഒരു പ്രശ്നം ഈ പ്രാവശ്യം. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പറയുമ്പോഴത്തേക്കും ഈ നോട്ടിഫിക്കേഷൻ കാണുമ്പോഴത്തേക്കും ഇപ്പൊ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഡിഗ്രി പോലും ഇല്ലാത്ത ഒരാൾ കയറി അപ്ലൈ ചെയ്യുന്നു. എന്ത് എനിക്ക് ഇക്വലൻസി ഉണ്ടെന്ന് അപ്ലൈ ചെയ്യുന്നതാണ് വിഷയം. പക്ഷെ അവിടെ അറ്റ് ദ സെയിം ടൈം വേറൊരു പ്രശ്നം നമ്മുടെ വെബ്സൈറ്റിനുണ്ട്. അത് PSC-യുടെ കാര്യത്തിന് കൃത്യമായിട്ട് ആ ഒരു സംഗതി പരിഹരിച്ച് തരേണ്ടത് PSC-യുടെ ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് ശരിക്കും അത് PSC-ക്ക് അത് കൃത്യം മനസ്സിലായെന്ന് വരുന്നു. നമുക്കിപ്പോ ഇത്രയും അഡ്വാൻസ്ഡ് ആയി, നമുക്ക് AI വന്നു, അതുപോലെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയി നമ്മുടെ എല്ലാ സിസ്റ്റംസും. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ PSC 2018-ലോ 2016-ലൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നോക്കട്ടെ, നമുക്ക് ഇപ്പൊ തന്നെ എനിക്ക് ഫാർമസി ഡിഗ്രി ഉള്ള ആളാണ്. അപ്പൊ ഞാൻ ഫാർമസിയുടെ പരീക്ഷ അപേക്ഷിച്ചപ്പോഴത്തേക്കും അതിനകത്ത് BPharm അല്ലെങ്കിൽ ഫാർമസി ഡിഗ്രി ഇതുപോലെ നമുക്ക് ആ എൻട്രിയിലുള്ളത് പോലെ അതുപോലെ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റിന്റെ ഹെഡിങ് ആയ മാത്രമേ അപേക്ഷ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇന്നലത്തെ പരീക്ഷയിൽ ഞാൻ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അടുത്ത് വരുന്ന ഫാർമസി എക്സാമിനേഷൻ ഇനെലിജിബിലിറ്റി കാണിക്കുകയാണ്. കാര്യം ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഹെഡ് എന്താണോ ആ ഹെഡിന്റെ അതേപോലെ ആ ടെക്സ്റ്റ് അലൈൻ ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് എലിജിബിലിറ്റി കാണിക്കത്തുള്ളൂ എന്നുള്ള പ്രശ്നം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് വൈ ഐ ആം ഇനെലിജിബിൾ എന്നുള്ളൊരു ക്വസ്റ്റ്യനും പിന്നെ അപ്ലൈ വിത്ത് ഈക്വലൻസി എന്ന് പറഞ്ഞ സംഭവം കൂടെ നമുക്ക് അപ്പോഴും അത് കഴിഞ്ഞിട്ടും PSC ചോദിക്കുന്നുണ്ട്. ഉറപ്പിക്കുന്നോ, നിങ്ങൾ ഉറപ്പാണോ, ഈ യോഗ്യതയുണ്ടോ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഓക്കെ, അവസാനത്തെ ചോദ്യം അല്ലേ? അതായത് നിങ്ങൾ ഇത്രയും വായിച്ചതിന് ശേഷം നിങ്ങൾ വൈ ഐ ആം ഇനെലിജിബിൾ എന്ന് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അപ്ലൈ വിത്ത് ഈക്വലൻസി ക്ലിക്ക് ചെയ്തു, എന്നിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ സമാനമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷവും നമുക്ക് ഓക്കെ ആണോ എന്ന് PSC ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ടും PSC വീണ്ടും നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും നമ്മൾ ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു വെച്ചോ, പിന്നെ നമുക്കൊരു അവസരം തരും. പിന്നെ നമുക്ക് എപ്പോഴാ കൺഫർമേഷൻ. അപ്പൊ പിന്നെയും ചോദിക്കും, നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ഇന്ന ഡേറ്റിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ തയ്യാറാണോ? ഓക്കെ, അവിടെയും കൺഫർമേഷൻ കൊടുക്കുന്നു. അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും, കർശന നടപടി എന്നാണ് PSC പറഞ്ഞിരിക്കുന്നത്. സാധാരണ എല്ലാവരും പോവാതിരിക്കുകയാണ്, കാരണം സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. അതെ, അപ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് ആയാലും നിങ്ങൾ കൃത്യമായിട്ട് പോവുക. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ മാനുവൽ വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ ക്വാളിഫൈഡ് അല്ല, നിങ്ങൾ തോന്നുന്ന പോലെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. കാര്യം നമ്മുടെ ഈ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷയിൽ നമ്മൾ റിവ്യൂ എടുക്കാൻ പോയപ്പോഴത്തേക്കും ആദ്യം കുറെ കുട്ടികൾ വരികയാണ്. അപ്പോൾ ഞാനാണ് പോയത് റിവ്യൂ ചോദിക്കുമ്പോഴത്തേക്കും, സാറേ ഇത് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഇത് ചേട്ടാ ഇത് എന്തൊന്നും എന്നോട് ചോദിക്കുക, ഇത് ഞങ്ങൾ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ മോനെന്തിനാ അപേക്ഷ കൊടുക്കാൻ വന്ന്, ഞാൻ 10ാം ക്ലാസ് പാസ്സാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കൊടുത്തിട്ട് പരീക്ഷ വരെ എഴുതാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോ എന്റെ ഒരു സുഹൃത്തിനോട് ഞാനത് പങ്കുവച്ചപ്പോ സുഹൃത്തും പറഞ്ഞു, ക്വാളിഫിക്കേഷൻ ഇല്ലാത്തൊരു പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ നമുക്കൊരു പരീക്ഷയ്ക്ക് ഇത്ര പേര് അപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോൾ വാലിഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവിടെ കുറയുകയാണ്. വെറുതെ കുറെ നമ്പർ വരികയാണെന്നുള്ളതാണ് ഈ കൺഫർമേഷൻ PSC കൊണ്ടുവരുന്നത്. ഇങ്ങനെയാണ് കുറെ പേര് അപ്ലൈ ചെയ്യുന്നു. അതായത് അവർക്ക് അപ്ലൈ ചെയ്യുന്ന അത്രയും പേർക്ക് പരീക്ഷയുടെ അവസരം PSC ഒരുക്കുകയാണ്. അതിന് മാത്രമുള്ള കാശ് അവർ ചെലവിടുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് കൺഫർമേഷൻ കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടും ഇനി അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്കും നോക്കുക, നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്ന് നോക്കുക. അതുപോലെ അവരവരുടെ ക്വാളിഫിക്കേഷൻ അവരവർക്ക് അറിയാലോ. അതെ, അതുപോലെ അക്ഷയ സെന്ററിൽ പോയി ചെയ്യുന്ന ആൾക്കാർ, അത് അക്ഷയ സെന്ററിൽ നമ്മൾ ആരെയും കുറ്റമായിട്ട് പറയുന്നില്ല. കാരണം നമ്മളിപ്പോ ഒരു ജോലി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളെ അടുത്ത് ഒരാൾ അപ്ലൈ ചെയ്യാൻ വരുന്നു, അപ്പൊ നമ്മള് വന്ന് നമ്മുടെ ജോലി നമ്മൾ തീർത്ത് വിടുക എന്നുള്ളതാണ്. അവിടെ ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. പ്രിന്റ് എടുത്ത് ഈ അക്ഷയയിലൊക്കെ പോയി ചെയ്യുന്നവർ മസ്റ്റ് ആയിട്ട് അതിന്റെ ഒരു പ്രിന്റ് കോപ്പി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കാറ്റഗറി നമ്പർ കൃത്യമായിട്ട് തെറ്റിപ്പോയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മാത്രം നിങ്ങളുടെ ഓൺ റെസ്പോൺസിബിലിറ്റി തന്നെ നിങ്ങൾ അപേക്ഷ കൊടുത്ത് മുന്നോട്ട് പോവുക.
നമുക്ക് പണി കിട്ടും. അതെ, സ്ഥാപനം ഇരിക്കുന്നത് നമുക്ക് ജോലി തരാൻ വേണ്ടിയാണല്ലേ, നമ്മുടെ ജോലി കളയാൻ വേണ്ടിയല്ല, ജോലി തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കൺഫർമേഷന്റെ കാര്യം തന്നെ, ഇപ്പൊ അടുപ്പിച്ച് 3 പരീക്ഷ എഴുതിയില്ലെങ്കിൽ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സംവിധാനം വന്നു. അതിന് അങ്ങനെ വരുന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൺഫർമേഷന്റെ കാര്യവും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ കുട്ടികളും ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇനിയുള്ള കണ്ടന്റ്സിന് വേണ്ടി ഫോളോ ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസ നേരുകയാണ്. താങ്ക് യു.